ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. പറയാൻ സമയമില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം മലായികത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അറിയിച്ചു കൊടുക്കാൻ വേണ്ടി, എല്ലാവർക്കും അറിയിച്ചു തരുന്നതിന് വേണ്ടി മലക്കുകളോട് സുജൂദിന് വേണ്ടി കൽപ്പിച്ചു. എന്നാൽ ആ സുജൂദിൽ അല്ലാഹുവിന് പങ്കുചേരാൻ നിവൃത്തിയില്ല. അല്ലാഹുവിന് അതിൽ പങ്കാളിയാവാൻ പറ്റില്ല. അതേ സമയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ചതാണ് സ്വലാത്ത്. ആ സ്വലാത്തിൽ അല്ലാഹു തആലയും പങ്കുചേരുന്നു. ഇതിന്റെ ഗൗരവം ചെറുതല്ല, വളരെ വലുതാണ്. ഞാൻ നിർത്തട്ടെ. ഞാൻ മർക്കസു സഖാഫത്തി സുന്നിയിൽ ഒരാൾ വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാൻ ഒരു സാധാരണ ഡ്രൈവറെയും ഒരു വ്യക്തിയെയും അയച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു. മറ്റൊരു വ്യക്തി വരുമ്പോൾ ഞാൻ തന്നെ പോകുന്നു, അവിടുത്തെ ഉസ്താദുമാര് പോകുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് അല്ലാഹു തആലയും അവന്റെ കോടി മലക്കുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വം ചെറുതല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം ചെറുതല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ അതാ ഏത് നാട്ടുകാരനും അപഹസിക്കാൻ നോക്കിയാലും, ഏത് യൂറോപ്പിൽ വന്നാലും, ഏത് ഇന്റർനെറ്റ് വന്നാലും അല്ലാഹുവിന്റെ റസൂലിനെ ഇടിച്ചു താഴ്ത്താൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. മുഹമ്മദു സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ കഴിവുകളും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോയി അതിന്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് പോലും എത്താൻ ലോകത്തിന് സാധ്യമല്ല.